നമസ്കാരം. നാസ്തികനായ ക്രിസ്തുവിൻ്റെ ഏറ്റവും ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും നിങ്ങളോ? ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് മക്കളും കൊച്ചന്മാരും കൂടെ ഈ വീഡിയോയും ഏറ്റവും ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്താ നീ അങ്ങോട്ട് നോക്കി. സ്തുതിക്കാൻ തയ്യാറുള്ളവർ കരം ചേർത്തടിച്ച്. അത്ഭുതമെന്ന് പറയട്ടെ, 17-ാം തീയതി, അതായത് 5 ദിവസം കൊണ്ട് മാറാതെ ഇത്രയും പാരസെറ്റമോളും മെഡിസിൻസ് ഒക്കെ ഇഞ്ചക്ട് ചെയ്തിട്ട് മാറാതെ ഇരുന്ന എവിടെയാണ് നിങ്ങളുടെ ഹോസ്പിറ്റൽ MD? പനി. അന്ന് ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എവിടെ പിന്നെ പനി പോയെന്ന് എനിക്ക് അറിയത്തില്ല. എടാ പോട്ടങ്ങടാപ്പ, ഒരു തലവേദനയ്ക്ക് നമ്മൾ മരുന്ന് കഴിച്ചപ്പോഴും ഏകദേശം ഒരു 10 മിനിറ്റ് എടുക്കും ആ തലവേദന ഒന്ന് മാറാൻ വേണ്ടി, പാരസെറ്റമോൾ ആയപ്പോഴും. അപ്പൊ നീ ഒന്ന് ചിന്തിക്കുക, നിനക്കൊരു എന്തെങ്കിലും ഇച്ചിരി കൂടിയ അസുഖമോ ക്യാൻസറോ അല്ലെങ്കിൽ കൂടിയ പനികളോ എന്ത് അസുഖമാണെങ്കിലും അതിന്റെ മരുന്ന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ സമയമുണ്ട്. അതായത് ചിലപ്പോൾ അത് മണിക്കൂറുകളാവാം, ദിവസങ്ങളാവാം, മാസങ്ങളാവാം. അപ്പൊ അത് പ്രവർത്തിക്കാനുള്ള സമയം കൊടുക്കുന്നതിന് മുമ്പ് അത് പ്രവർത്തിക്കുന്നതിന്റെ ആ കറക്റ്റ്, ഇപ്പോൾ 7 ദിവസം കൊണ്ട് പ്രവർത്തിക്കേണ്ട മരുന്നാണെങ്കിൽ 7ാമത്തെ ദിവസം പോയിട്ട് നീ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, അത്രയും ദിവസം കഴിച്ചാൽ മരുന്ന് പ്രവർത്തിക്കുന്നു, ക്രെഡിറ്റ് ദൈവത്തിന് പോകുന്നു. സിമ്പിൾ ലോജിക്കല്ലേ? നീയോ പൊട്ടൻ, ബാക്കിയുള്ളവരും കൂടെ പൊട്ടനാകും. ഒന്ന് പൊട്ടിക്കമ്പാണേ അന്ന് സ്റ്റക്കായി തോന്നണം. പനി അതിനുശേഷം ഇതുവരെ ഈ ദിവസം വരെ വന്നിട്ടില്ല. പവർഫുൾ വിളിച്ച വിളിപ്പുറത്തുള്ള വടക്കുന്നാഥന്റെ മണ്ണിൽ നിന്നും ഒന്ന് കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? എക്സാമിന്റെ അന്നേ ദിവസം രാവിലെയാണ് പഠിക്കാൻ എടുക്കുന്നത്, അതുവരെയും പഠിച്ചില്ല. കോളേജിൽ പുതിയ ED വന്നിട്ടുണ്ടെന്ന്, എക്സാമിന്റെ റിസൾട്ട്. അപ്പോൾ ഞാനത് എടുക്കുന്നു, പഠിക്കാൻ നോക്കുന്നു, ഒന്നും പഠിക്കാൻ പറ്റില്ല. തല ഭയങ്കരമായ വേദന, സ്ക്രീനിലേക്ക് നോക്കാനേ കഴിയുന്നില്ല. അപ്പൊ ഇങ്ങനെ പോവാനാ? എടാ മോനെ, ബേജാർ ബേട, രംഗച്ചേട്ടൻ റെഡിയാക്കാം. ഇന്ന് എനിക്ക് പറയാൻ കഴിയും, എന്റെ ശരീരത്തിന് എന്റെ ദൈവത്തിന് ആരാധന കൊടുക്കാൻ ഒരു പ്രശ്നമില്ല. എടാ പഠിക്കാൻ വിട്ടപ്പോ മര്യാദക്ക് പഠിക്കണ ഇറക്കാം. നിറച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമേ. വരീതേ എന്തുണ്ടായിരുന്നേട്ടാ? നിനക്ക് കുഴപ്പമൊന്നുമില്ലോ? എനിക്കൊരു കുഴപ്പമില്ല. ചിന്താതമനിയിൽ തുള്ളി കേറി എങ്ങനെ എടുക്കും ശ്വാസം. ക്രിസ്ത്യൻ ചർച്ചുകളിലൊക്കെ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് ചർച്ചുകളിലൊക്കെ കൊണ്ടു നടന്നിരുന്ന ഒരു പ്രത്യേക രീതികളുണ്ടായിരുന്നു. തലയിലൊക്കെ തുണിയൊക്കെ ഇട്ട്, കമ്പിലും മാലയൊന്നും ഇടാതെ, മറ്റേ ഡ്രമ്മും ഇതൊക്കെ അടിച്ചിട്ട് ഒരുമാതിരി ബാൻഡ് സെറ്റ് പോലെയൊക്കെയായിരുന്നു പ്രാർത്ഥനകളൊക്കെ. ഞാൻ ചെറുപ്പത്തിലൊക്കെ കണ്ടുകൊണ്ടിരുന്നതൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരുമാതിരി DJ പാർട്ടി പോലെ ആക്കിയിട്ട് ഒരു മോഡേൺ പെന്തക്കോസ്റ്റൽ ചർച്ചിലേക്ക് അവൻ മാറ്റിയെടുത്തു. കൊള്ളടാ മോനെ. ഇയാളുടെ ലൈഫ് വേസ്റ്റഡാ. ഇയാൾക്ക് ആരോ പാട്ടിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. സ്വാർത്ഥത പുറകെ ലോകമോടി, 4 ദിക്കിലും നാശം. വാക്കുകൾ തീർന്നു, തൊണ്ട പറ്റി, ഞാൻ എങ്ങനെ ഒപ്പിക്കും പ്രാസം. ചുട്ടുപൊള്ളി മരുഭൂമി. ഒരു സുവിശേഷത്തിനെ പറ്റി അന്തരീക്ഷം അല്ലട്ടോ ഇവിടെ. അറിയാടാ. എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ, പറയടാ. നമുക്ക് ആരോഗ്യമുള്ളപ്പോ ചാടാൻ നമ്മൾ നാണിക്കരുത്. എന്ത്, എവിടെ ചാടാൻ? മതില് ചാടാനോ? എന്ത് ചാടുന്ന കാര്യം പറയുന്നത്? ആശുപത്രി കിടക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഒന്ന് ചാടാൻ പറ്റിയെങ്കിലെന്ന്. കൂടത്തുള്ള തോക്കും ബോംബുകളുമുള്ള തീവ്രവാദം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യൻസ്, പെന്തക്കോസ്തുകാർ, അവർ ഭീകരവാദത്തിന്റെ അല്ല, തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. കാരണം ഒരു ചെറുക്കൻ്റെ പെണ്ണിനെ കല്യാണം ആലോചിച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ അവർ ആദ്യമേ ചോദിക്കുന്ന ചോദ്യം അറിയോ? നമ്മുടെ കൂട്ടരാണോന്ന്. അതായത് വർഗീയ ബോധം, ജാതി ബോധം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ക്രിസ്ത്യാനികൾ. ഞാൻ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും ഒന്നാണ്, ഇവർ ആഭരണം ഇടില്ല. പ്രത്യേകിച്ച് എൻ്റെ ചർച്ചിലാണെങ്കിലും ഒരുപാട് ആണെങ്കിലും ആഭരണം ഇടില്ല.
സ്വർണ്ണമൊക്കെ വെള്ളിയോ ഡയമണ്ടോ ഒന്നും ഇടാറില്ല. പക്ഷേ ഇവരുടെ കയ്യിലിരിക്കുന്നത് ഐഫോണാണ്. ഇവരുടെ വീട് 60 ലക്ഷം 70 ലക്ഷം 1 കോടി 2 കോടിയുടെയൊക്കെ വീടാണ്. അവരുടെ കാറുകൾ ലക്ഷക്കണക്കിന് രൂപയുടെയാണ്. പക്ഷേ പറയുന്നത് വലിയ വിപ്ലവവും വലിയ ആത്മീയതയും വലിയ ഉണർവും ഒക്കെയാണ്. പക്ഷേ ഇവരുടെ പ്രവൃത്തിയിൽ ഇതൊന്നുമില്ല. ഒരു ചർച്ചിൽ തന്നെ എന്തുമാത്രം കാര്യങ്ങൾക്കാണ് ഇവർ തമ്മിൽ തല്ലുന്നത്. ഒരാൾ ചർച്ചിൽ വന്നു കഴിഞ്ഞാൽ അയാളുടെ കുടുംബത്തിന്റെ കാര്യം, അവിടുത്തെ അവരുടെ മക്കളുടെ കാര്യത്തെല്ലാം പറഞ്ഞ് ഏറ്റവും കൂടുതൽ കുശുമ്പും മുന്നായ്മയും കുത്തുന്നത് മുസ്ലിംസും ഹിന്ദുക്കളും അല്ല, അത് ക്രിസ്ത്യൻസ് ആണ്. ഈ ഒരു ചർച്ചിലെ ഒരു 50 ഫാമിലീസ് ഉണ്ടെങ്കിൽ 50 ഫാമിലീസിന് ഒരു 60% ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പിടിക്കലും കുറ്റം പറയലും, അവരുടെ കുട്ടികൾ ഇങ്ങനെ പോയി, അവരുടെ മോള് പിഴച്ചുപോയി, അവൻ കഞ്ചാവടിച്ചു, ഇതൊക്കെയാണ് ഇവരുടെ ചർച്ചകൾ. ഞാൻ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഇവരിൽ നിന്നെല്ലാം ഉടക്കി ഇവരിൽ നിന്നെല്ലാം മാറി വന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്കിത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണാം. ഞാൻ പോകുന്നു. ബൈ.